ഞാൻ ഒരാളോട് ലിഫ്റ്റൊക്കെ ചോദിച്ചേ. അപ്പോൾ ലിഫ്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ആൾ മാഞ്ഞു. ആൾ നൈസായിട്ട് മുഖത്തേക്ക് പറഞ്ഞു നന്നായിട്ട് തരില്ല കേട്ടോ. ഓക്കെ ശരി. കുട്ടുചോപ്രയുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാർവാറിലാണ്. ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയുണ്ടാവും ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവുകയാണ്. അപ്പം ഇന്നിപ്പോൾ കാർവാറിൽ എത്തിയിട്ട് ഇന്നലെ രാത്രി ഞാനിതാ കുഞ്ഞിയുടെ കലക്കിയിട്ടു, ഇതാ ബനിയനൊക്കെ ഉണക്കാട്ടു. ഇനിയിപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇന്ന് നാളെ ഉണ്ടായി. പിന്നെ ഇതപ്പോൾ എന്തായാലും ഇവിടെ എത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇവിടെ പുറത്തൊന്ന് പോകണം. പുറത്ത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ 3 ദിവസമായി പല്ല് വെച്ചിട്ട് എൻ്റെ ബ്രഷും പേസ്റ്റും ഒക്കെ കൂടി വെച്ചിട്ട് കാണാനില്ല. അപ്പോൾ അത് പോയിട്ടൊന്ന് മേടിക്കണം. പിന്നെന്താ, പിന്നെ ഇന്നലെ അറിയാലോ, ഇന്നലെ ഞാൻ ഒരു 2 ആപ്പിളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയത്. പിന്നെ വെള്ളം ഒരു രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് വിശന്നു. അപ്പം രാവിലെ കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. അപ്പം അതുകൊണ്ട് രാവിലെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് തരുന്ന നോക്കട്ടെ. അപ്പോൾ ഞാൻ കൂടെ ഒന്ന് ഗ്ലാസ്സിൽ കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഒന്ന് എന്തായാലും ജസ്റ്റ് നടന്ന് നോക്കണം. പോയി നോക്കട്ടെ, പോയി നോക്കിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഏറെക്കുറെ നമ്മളിപ്പോൾ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ അടുത്ത് എത്തിയെന്നല്ല, ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ റോഡിലൊക്കെ തന്നെ ഇവർ പീട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ, അപ്പി. അപ്പോൾ എന്തായാലും ഞാൻ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ തന്നെ നടന്നില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അത് അവിടെ ഒരു ചേച്ചി ഇരുന്ന് അലക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ അലക്കുന്നതാണ്. അപ്പോൾ നായൊക്കെ വരുന്നുണ്ട് കേട്ടോ, കടിക്കണോ അറിയില്ല, നോക്കി നോക്കാം. കടി കിട്ടില്ലെങ്കിൽ ഭാഗ്യം. പിന്നെ നമ്മളവരെ കണ്ട് പേടിച്ചാലാ പ്രശ്നം. നമ്മുടെ കാര്യം നോക്കി നടന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ രാവിലെ തന്നെ ചേട്ടന്മാർ കടലിൽ പോകാനുള്ള വല ശരിയാക്കി കൊടുക്കണം. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ കുറേ അങ്ങോട്ട് ദൂരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മല കാണാം. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇന്നലെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞത്. അവർക്ക് നമ്മുടെ നാട്ടിൽ മുന്നേ തുടങ്ങിക്കണം, കേരളത്തിൽ 1 മാസം മുന്നേ തുടങ്ങിക്കണം. ഇവിടെ ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മലയുടെ മുകളിൽ കണ്ട മഞ്ഞൊക്കെ ഇങ്ങനെ മൂടി നല്ല ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിട്ട് നിൽക്കണേ. ഇതിപ്പോൾ എടുത്ത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ വേറെ തന്നെയാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. കാരണം ഇത് ആ അടിയത്തെ വേരുകളില്ലേ, മൊത്തം മണ്ണും പോയിട്ട് നല്ല പല കളർ ബ്രൗണ് അങ്ങനത്തെ കളറിലൊക്കെ റെഡ് കളറിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഞാനിങ്ങനെ ഈ ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് നേരം നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെ മറ്റേ തെങ്ങുണ്ട്, മറ്റേ തെങ്ങിൻ്റെ വേര് കാണാൻ നല്ല രസമായിരുന്നില്ലേ. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ താഴേക്കാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക മണലിൽ. ട്രൈപ്പോഡ് ഉണ്ടായിരുന്നു, ട്രൈപ്പോഡ് ഞാൻ റൂമിൽ വെച്ച് അത് എടുക്കാമായിരുന്നു. എന്നാൽ എനിക്ക് നല്ല നല്ല ഫോട്ടോസും ഇതൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു ഫോട്ടോ എടുത്ത് തരണോ ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞാൽ ഓക്കെ വന്നു. പക്ഷേ എനിക്കെന്തോ ചെറിയ പേടി. കാരണം നമ്മളിപ്പോൾ ഈ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ട്. ഫോൺ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഡൗട്ട്. ഇനിയിപ്പോൾ എങ്ങാനും ഫോൺ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ റിട്ടേൺ വീട്ടിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ കൊടുക്കാനൊന്നുമില്ല. ഫോട്ടോ ഞാൻ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ റിട്ടേൺ പോകണം. പക്ഷേ പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ മോൻ കണ്ടപ്പോൾ തോന്നി ഫോട്ടോ കൊടുക്കാമായിരുന്നു, അവൻ നോർമലാണെന്ന് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അലമ്പൊന്നുമില്ല, അങ്ങനത്തെ പയ്യനൊന്നല്ല എന്ന് തോന്നി. മീൻ പിടിക്കുന്ന ഇത് മണൽ വരുന്നു തോന്നുന്നു. പിന്നെ അത് അവിടെയൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ മീൻ പിടിക്കാറ്. രാവിലെ തന്നെ അവരിറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് അങ്ങ് ദൂരെ, ഒത്തിരി ദൂരം. അത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്തായാലും സൂം ചെയ്ത് നോക്കട്ടെ. ചെറുതായിട്ട് കാണുന്നുണ്ടോ? അവിടെയൊക്കെ ഫിഷിങ് കേട്ടോ. ആ കാണുന്നൊക്കെ ഫിഷിങ്ങാണ്. രാവിലെയൊക്കെ ആൾക്കാർ പണിക്കിറങ്ങി, നല്ല ഉത്തരവാദിത്തമുള്ള ആൾക്കാർ, നമ്മളെപ്പോലെ ഒന്നുമല്ല. ഫുഡ് കഴിക്കാൻ റിട്ടേൺ പോകാമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഈ ചെറിയ കപ്പൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കപ്പലല്ല, ചെറിയ വള്ളം. അപ്പോൾ അത് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാ
അപ്പോൾ ഈ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു കൂടെ തള്ളാൻ മൂടി പറഞ്ഞു. എന്നിട്ട് ഞാൻ തള്ളാൻ മൂടി, അതിൽ ചെറുതായിട്ടൊന്ന് വേർത്തു. അപ്പോൾ കുറേ ഇത് അവരുടെ കൂടെ തള്ളാൻ കൂടി, അത് തള്ളിയതാ അവിടെ എത്തിച്ച്, അവിടെ എത്തിച്ച്. എന്നിട്ട് അവരെനിക്ക് ബായ് തന്നു. ഓക്കെ ബായ് പറഞ്ഞ് ഞാനും പോന്നു. എന്തായാലും പണിയെടുത്ത സ്ഥിതിക്ക് നല്ല വിശപ്പ്. അപ്പോൾ പിന്നെ എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ ഈ ഫുഡ് അന്വേഷിച്ച് പോവുക. അപ്പോൾ തിരപ്പോൾ കൂടുതൽ അടിക്കാൻ തുടങ്ങി കേട്ടോ. രാവിലെ വന്നപ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തിരടി കൂടി. അപ്പോൾ ഇന്നത്തേക്കുള്ള ഫുഡ് ഞാൻ താഴെ പോയിട്ട് മേടിച്ചു. ഇത് റൈസാണ്, പിന്നെ ഇതിൻ്റെ കൂടെ തൈരുണ്ട്. പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മറ്റേ ഇതുണ്ടായിരുന്നു, ചീനച്ചട്ടി പോലത്തെ. അപ്പോൾ അതിലാണ് കഴിക്കണത്. പിന്നെ അതാ കുറച്ച് വെള്ളമുണ്ട്. ഇന്നത്തേക്ക് ഇപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. തൈരുണ്ട്. തൈര് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ കളയൂല, കാരണം തൈര് വെറുതെ കുടിക്കുക നല്ലത്. അപ്പം ഇനിയിപ്പോൾ എങ്ങാനും വിശക്കണ സമയത്ത് എടുത്ത് വെറുതെ കുടിക്കാമല്ലോ. അപ്പോൾ തൈര് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ കളയൂല. എന്തായാലും ഇതൊന്ന് കഴിച്ചോട്ടെ. ഇന്നിപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. നൈറ്റ് ആകുമ്പോഴേക്കും എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഹലോ. അപ്പോൾ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി. ആള് അങ്ങനെ ഗോവയിൽ പോകണമെന്നൊക്കെ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആളെന്നത് പറഞ്ഞു, അയ്യോ ലിഫ്റ്റൊന്നും അങ്ങനെ കിട്ടൂല, നീ ബസ് പിടിച്ച് വെക്കോ, ബസ് പിടിച്ച് പോകും നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്കറിയില്ല ഞാൻ ഈ ചെക്ക് ചെയ്തിട്ടാണ് പോകണമെന്ന്. എന്തായാലും ഞാൻ ഇവിടുന്ന് ഇപ്പോൾ കുറച്ചാണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഹൈവേ പാലം കിട്ടും. നേരത്തെ ഞാൻ ബീച്ചിൽ പോയിട്ടുണ്ടായില്ല രാവിലെ, അതിൻ്റെ തൊട്ട മുകളിൽ മറ്റേ ഹൈവേ പാലമാണ്. അതിൻ്റെ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ലിഫ്റ്റ് കിട്ടും നോക്കണം. പിന്നെ ഇവിടെ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയാണ് മഴ കിട്ടുമെന്ന് അറിയില്ല. മഴയ്ക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലിഫ്റ്റ് പിടിക്കാതെ നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കണം. ഓക്കെ. സത്യം പറഞ്ഞാലേ ഇങ്ങനെ നടക്കുമ്പോഴേ എന്താ പറയുക, ഒന്നും അറിയുന്നില്ല. കാരണം എങ്ങിടുന്നില്ലാണ്ട് നടക്കണോ, പ്ലാൻ ഉണ്ടോ, ഇന്ന സ്ഥലത്തേക്ക് പോകണം, എന്നാൽ വല്ല വണ്ടി കയറണോ, എന്നാൽ വണ്ടി കയറണ്ട, നടക്കുക. ഇനിയിപ്പോൾ ആരെങ്കിലും ലിഫ്റ്റ് ചോദിച്ച് ലിഫ്റ്റ് തന്നാലോ, എന്നാൽ ലിഫ്റ്റ് കയറുക. അങ്ങനൊരിത് എന്താ പറയുക, തോന്നിയേ പോലെ വരിക. അങ്ങനെയൊക്കെ ഒരു കണക്കിന് ഇതൊരു രസം തന്നെയാണ്. പക്ഷേ ഈ ഒരു രസം വെച്ചിട്ട് ഒന്നും അങ്ങനെ മുന്നോട്ടൊന്നും പോകാൻ പറ്റുമെന്നില്ല. ഇപ്പോഴത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇത് ഇറങ്ങിയതാ. അവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ ഒരു വീഡിയോ, ഇതിൽ അവിടെ ആ റോഡ് സൈഡിൽ തന്നെയിട്ട് താമസിക്കണവരാ. അപ്പോൾ അവരെന്നെ വിളിച്ചു. പക്ഷേ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഗോവ വരെ പോകണം. അപ്പോൾ ഇന്നിപ്പോൾ ഗോവ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അവരെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവിടെ പാമ്പുണ്ട്, പാമ്പ് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും നമ്മളെ ഇപ്പോൾ ഞാൻ മഴ ഇല്ലാത്ത സമയം നോക്കി ഹിച്ചേക്ക് ഇറങ്ങിയിട്ടാ. എന്തായാലും ഹൈവേ കൂടെ നടക്കുന്നുണ്ട്. ഈ വല്ല വണ്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കയറും. കൈ കാണിച്ച് നോക്കി നോക്കാം, കിട്ടില്ലെന്ന് അറിയാം. ഈ റോഡ് ഇപ്പോൾ പോകുന്നത് ഗോവ പാനാജി ഗോവയത്തെ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു മറ്റെന്താ പറയുക, കടലിൻ്റെ സൈഡിലാണ്. ഇതെല്ലാം ഈ കടലിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് പോകുന്നത് നല്ലത് പാനാജി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പാനാജിയിൽ ഓൾഡ് ഗോവ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടി, അങ്ങോട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ എത്തി അറിയാം ഇനിയിപ്പോൾ എന്തായാലും പാനാജി വരെ പോകാം. ഇവിടുന്ന് 91 കിലോമീറ്റർ ഉണ്ട്. ആ 91 കിലോമീറ്ററിന് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നോക്കാം. അപ്പോൾ ഇവിടെ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ നല്ല പിടുത്തം വിട്ട മഴ. ഇവിടുന്ന് എന്താ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ, ഉച്ചയ്ക്ക് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മഴ തോർന്ന പറഞ്ഞാൽ എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യും. ഇന്നത്തെ ദിവസം എന്താണ് പ്ലാനിങ് ഒന്നും അറിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ മഴ തോർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂറോളമായി മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. എന്താ വെച്ചാൽ എനിക്ക് ഒന്നിനും ഒരു വഴിയില്ല. അല്ലാണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ അപ്പോൾ വരുന്നിടത്ത് വെച്ച പോലെ കാണാം. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ആകെ മൂഞ്ചിട്ട് തന്നെ അവസ്ഥ ഇറങ്ങിയതിപ്പോൾ
പെരുമഴയത്ത് ലിഫ്റ്റ് ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് മഴ തുറന്നിരിക്കണം. അപ്പോൾ അവിടെ നടക്കാൻ തീരുമാനിച്ചു. എന്തായാലും ലിഫ്റ്റ് കിട്ടണമെന്നില്ല, കാരണം ഈ ഭാഗത്ത് കൂടെ അങ്ങനെ ആരും ലിഫ്റ്റ് ഒന്നും തരുന്നില്ല. ഞാൻ പരമാവധി ബൈക്കിലും ലോറിയൊക്കെയാണ് കൈ കാണിക്കാൻ നിൽക്കുന്നത്. എന്തായാലും ഏരിയയിലൊക്കെ ഒന്ന് കൈ കാണിച്ചിട്ട് നിർത്താമെന്നിരിക്കില്ല. ഞാൻ എന്തായാലും വീഡിയോ ഇപ്പോൾ എടുക്കുന്നില്ല. ഞാൻ ഇതിൽ വണ്ടിക്ക് കൈ കാണിച്ചോട്ടെ, നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കയറി പോകണം. അപ്പോൾ എനിക്കൊരു ചെറിയ ടാസ്ക് വരുന്നുണ്ട്. ആ കാണുന്നത് ഒരു ബോർഡറാണ്. അപ്പോൾ ആ ബോർഡർ കിടക്കാൻ പറ്റുമോ അറിഞ്ഞൂടാ. ഞാൻ നോക്കി നോട്ടെ അത് എന്താ അവസ്ഥ എന്നൊന്നും അറിഞ്ഞൂടാ. കാണുന്ന ഒരു ബോർഡറാണ്. പോലീസുകാരും ചെക്കിംഗ് ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം മഴ ചാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ മഴ ചാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു നിവർത്തിയില്ല. ട്രാവൽ ചെയ്യാണ്ട് വേറെ ഒരു നിവർത്തിയില്ല. ലിഫ്റ്റും കാര്യങ്ങളും കിട്ടണില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബസ് തന്നെ നോക്കേണ്ടി വരും. ബസ് തന്നെ നോക്കിയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണ്ട. കാരണം ഇപ്പോൾ ഒരുപാട് ടൈമായി. നമുക്ക് കുറേ കൂടി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റേയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഞാൻ നോക്കട്ടെ ഏത് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം നോക്കണം. എന്തായാലും ഇന്ന് രാത്രി ഇപ്പോൾ പറ്റിയതാണെങ്കിൽ വണ്ടി ഒന്നും കിട്ടിയാൽ ഇവിടെ സ്റ്റേ അടിക്കേണ്ടി വരും.